പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുന്നു. പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഛായുടെ ബീഹാറിലെ വീട്ടിലും പരിശോധന നടത്തി. സംഭവത്തിൽ ബിജെപി എംപി പ്രതാപ് സിംഹയുടെ മൊഴി രേഖപ്പെടുത്തി. അതേസമയം എഫ്ഐആർ റിപ്പോർട്ടും റിമാൻഡ് റിപ്പോർട്ടും നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതി നീനം ആസാദിന്റെ അഭിഭാഷകൻ വിചാരണ കോടതിയെ സമീപിച്ചു. വിവരങ്ങളുമായി ജിൽബി ചേരുന്നുണ്ട്. ജിൽബി, ഇതിന്റെ അന്വേഷണം ഇപ്പോൾ മുൻപോട്ട് പോകുന്നുണ്ട്. 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ടും ഈ മുഖ്യ ആസൂത്രകന്റെ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ്. ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ ഇത് സംബന്ധിച്ച് എന്താണ്? പ്രിയ, ഈ ആക്രമണ കേസിൽ കസ്റ്റഡിയിലുള്ള 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഇത്രയും വിശദമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടും ഇവർക്ക് ഏതെങ്കിലും സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ എന്ന് പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നത് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും അതുപോലെ തന്നെ കൂടുതൽ പേരെ സംഘടിപ്പിച്ച് വലിയൊരു പ്രതിഷേധത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നതായിട്ടൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ ദില്ലി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഏതെങ്കിലും സംഘടനകളുമായിട്ടോ മറ്റേതെങ്കിലും നേതാക്കളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നാണ് ദില്ലി പോലീസ് എന്തായാലും വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ലളിതിന്റെ കൂട്ടാളികളായ മഹേഷ് കൈലാഷ് എന്നിവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളുണ്ട്. അതുപോലെ തന്നെ ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ഈ അന്വേഷണം നടത്തുന്നത്. അവരിപ്പോൾ ഒരു 6 പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. അതായത് ഈ പ്രതികളുടെ നാടുകളിൽ പോയി അന്വേഷണം നടത്തി അവരുമായിട്ട് ഈ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലെല്ലാം പോയി പരിശോധനയും തെളിവെടുപ്പും നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആക്രമണം പാർലമെന്റിൽ അടക്കം ഇപ്പോൾ പുനരാവിഷ്കരിച്ച് ഇവർ എങ്ങനെ അകത്ത് കയറി ഇവരെത്തരത്തിൽ ഈ ഒരു ആക്രമണം നടത്തി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ദില്ലി പോലീസ് കടക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഒരു ആക്രമണം അത് നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ശ്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് വിഷയം ഈ സുരക്ഷാ പരിശോധനയിലെ പിഴവ് മാത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ അത്തരത്തിൽ വിഷയം ഒതുക്കി തീർക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വിഷയം പാർലമെന്റിലടക്കം വലിയ രീതിയിൽ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കാൻ ഉള്ള ശ്രമം കേന്ദ്രം നടത്തുന്നു. ആഭ്യന്തര മന്ത്രി ഇതിലൊരു പ്രസ്താവന നടത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ദില്ലി പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപകമായിട്ട് അല്ലെങ്കിൽ വിശദമായിട്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുകയാണ്. ബിജെപി എംപി പ്രതാപ് സിംഹയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ജിൽബി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു വിഷയത്തെ ഒരു സുരക്ഷാ പ്രശ്നമായി മാത്രം പറഞ്ഞുകൊണ്ടെങ്കിൽ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് മാറ്റാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അക്കാര്യം പറയുന്നതും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു സുരക്ഷാ പ്രശ്നം മാത്രമാണ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ബിജെപി എംപിയുടെ പങ്ക്, അദ്ദേഹം പാസ് നൽകിയ കാര്യം, ഇതിനൊക്കെ എങ്ങനെയാണ് ഇവർ കണക്കാക്കുന്നത്? എന്ത് രീതിയിലുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്? പ്രിയ, ബിജെപി എംപി പ്രതാപ് സിംഹയുടെ പാസിലാണ് ഈ അതിക്രമിച്ച് അകത്ത് കയറിയ പ്രതി സാഗർ ശർമ്മ കടന്നതെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അപ്പോഴും ഈ ബിജെപി എംപിയോട് വിശദീകരണം തേടാനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ ഒന്നും കേന്ദ്രം തയ്യാറാവുന്നത് ഇതുവരെ കണ്ടില്ല. പക്ഷെ ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ദില്ലി പോലീസ് ഇപ്പോൾ വീട്ടിലെത്തി ഈ ബിജെപി എംപിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ എംപിക്കെതിരെ എന്തെങ്കിലും നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നതൊന്നും ഇതുവരെ നമ്മൾ കണ്ടില്ല. അത്തരത്തിൽ ഈ വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനുള്ള ശ്രമം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിൽ ഇതിനെതിരെ വിഷയം ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും ഈ പ്രതികൾക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ട് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബിജെപി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ വീട്ടിലെത്തി ബിജെപി എംപിയുടെ മൊഴിയെടുത്തു എന്നുള്ള വിവരം മാത്രമാണ് പുറത്തു വരുന്നത്. എന്തായാലും പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതികളെ ഇത്തരം ഒരു വലിയ ആക്രമണം നടന്നിട്ടും അത് ഒരു സുരക്ഷാ വീഴ്ചയാണ്, അല്ലെങ്കിൽ അവിടെ പരിശോധനയിൽ ഉണ്ടായ ഒരു വീഴ്ച മാത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇപ്പോൾ കേന്ദ്രം നടത്തുകയാണ്. ഇപ്പോൾ പ്രതികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. കൂടുതൽ തെളിവെടുപ്പിനായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമെന്നുമാണ് ദില്ലി പോലീസ് വ്യക്തമാക്കുന്നത്. പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുരോഗമിക്കുന്നു. മാത്രമല്ല ബിജെപി എംപി പ്രതാപ് സിംഹയുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങളാണ് ജിൽബി നൽകിയത്.